Welcome back, my children. നമ്മളിപ്പോ reproductive healthലെ second topicിലേക്കാണ് പോകുന്നത്. That's population explosion and birth control. ഏതൊക്കെയാണ് population explosion and birth control എന്ന് പറയുന്ന second topicിലേക്ക് പോവാണ്. Population നമുക്കറിയാം, all the members of a species living in a particular area at particular time. That's called what? Population. Population means what? All the members of a species living in a particular area in a particular time. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു സ്പീഷീസിൽപ്പെട്ട ഓർഗാനിസം എന്തുമാത്രം ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പഠിക്കുന്നതിനെയാണ് ദാറ്റ്സ് കോൾഡ് വാട്ട്? പോപ്പുലേഷൻ എന്നറിയപ്പെടുന്നുണ്ട്. സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷനെ കുറിച്ചുള്ള സ്റ്റഡി ദാറ്റ്സ് നോൺ ആസ് വാട്ട്? ഡെമോഗ്രാഫി എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റഡി ഓഫ് ഹ്യൂമൻ, അത് എൻട്രൻസിന് ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ഈസ് കോൾഡ് വാട്ട്? ഡെമോഗ്രാഫി എന്ന് പറയുന്ന ടെക്നിക്കാണ്. Okay, the study of human population is called demography. The increase in the size of population is called population growth. I repeat once again, increase in the size of population is called population growth. Okay, population the size കൂടുന്ന അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? Population growth. But rapid or tremendous increase in human population, rapid ആയിട്ട് tremendous ആയിട്ട് population explode, that's known as what? Population explosion. ഇന്ത്യയിൽ നടക്കുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് അല്ല, ഇന്ത്യയിൽ പകരം നടക്കുന്നത് എന്താണ്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണ്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ മീൻസ് റാപ്പിഡ് ബൂമിങ് ഓഫ് മാൻകൈൻഡ്. അതായത് ലോകത്ത് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈനയാണ്. ചൈന ജനസംഖ്യ ഡബിൾ ചെയ്യാൻ 70 മുതൽ 80 വർഷം എടുക്കുമ്പോൾ the people of Indians take only 33 years to double the population. ഇന്ത്യയിലെ ജനങ്ങൾ 33 വർഷം കൊണ്ട് പോപ്പുലേഷൻ ജനസംഖ്യ ഇരട്ടിയാവുന്നു ഇന്ത്യയിൽ. അപ്പോൾ നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം, ഏറ്റവും വലിയ ത്രെട്ട് എന്തെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് വാട്ട്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ 1900 ദ വേൾഡ് പോപ്പുലേഷൻ വാസ് അറൗണ്ട് 2 മില്യൺ. ലോക ജനസംഖ്യ എന്ന് പറയുന്നത് 200 കോടി ജനങ്ങളായിരുന്നു 1900. അത് 2000 എത്തിയപ്പോൾ 6 ബില്യൺ ആയിട്ട് മാറി. ലോക ജനസംഖ്യ 600 കോടിയായിട്ട് മാറി. ഓക്കെ, മനസ്സിലാക്കുക. 1900 ലോക ജനസംഖ്യ 200 കോടി ആയിരുന്നത് 2000 എത്തിയപ്പോൾ അത് 600 കോടിയായിട്ട് വർദ്ധിച്ചു. സെയിം വേ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരത്തിൽ നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ വാസ് അറൗണ്ട് 350 മില്യൺ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരത്തിൽ 1947-50കളിൽ നമ്മുടെ ജനസംഖ്യ 350 മില്യൺ ആയിരുന്നു. ബില്യൺ അല്ല, മില്യൺ ആയിരുന്നു. ഇറ്റ് ബിക്കം 2 ബില്യൺ ഇൻ 2000 മെയ് 2000 മെയ്യിലാണ് എന്തായത്? നമ്മുടെ ജനസംഖ്യ എത്രയായിട്ട് മാറിയത്? 1 ബില്യൺ, 100 കോടിയായി മാറിയത്. 2000 നമ്മുടെ ജനസംഖ്യ 100 കോടിയായി മാറിയത്. 2001 സെൻസസ് പ്രകാരം our population growth rate is around 1.7%. Okay, according to the 2001 census, our population growth rate is around 1.7%. That's our population could double within 33 years. വെറും 33 വർഷം കൊണ്ട് നമ്മുടെ ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട്. ലോകത്തിലെ ഓരോ 6 വ്യക്തികൾ എടുത്താൽ അതിലൊരു ഇന്ത്യക്കാരൻ ഉണ്ടായിരിക്കും. Every 6th person in the world is an Indian. അതാ നമ്മൾ ലോകത്തിൽ എവിടെ ചെന്ന് നോക്കിയാലും അവിടെയെല്ലാം, ഏതൊരു രാജ്യത്ത് ചെന്ന് നോക്കിയാലും അവിടെയെല്ലാം ഏതെങ്കിലും ഒരു കുറച്ച് ഇന്ത്യക്കാരെങ്കിലും അവിടെ കാണാതെ നമ്മൾ പോയില്ല. എല്ലാ സ്ഥലത്തും ഉണ്ട്. അതാ പറഞ്ഞ every 6th person in the world is an Indian. ഓക്കെ, നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് മറന്നു പോരുത്. ഇറ്റ് ഈസ് അറൗണ്ട് 1.7% ആണ് നമ്മുടെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നത്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, വിച്ച് ആർ ദി കൺട്രോൾ മെഷേഴ്സ്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്, ഈ 3 കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ,
പ്രോബബിൾ റീസൺസ് ഫോർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ എന്ത് തന്നെയാണ്? ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റി. ഫസ്റ്റ് റീസൺ ആണ് ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ്. എന്ത് ചെയ്തു? ഹെൽത്ത് ഫെസിലിറ്റി ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് MMR, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് IMR ഹാസ് ബീൻ ഡിക്ലൈൻഡ് വെരി മച്ച്. ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും നമ്മുടെ രാജ്യത്ത് ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി better public health care and great medical attention. Better public health care, അതുപോലെ തന്നെ എന്തുണ്ടായിട്ടുണ്ട്? ഗ്രേറ്റ് മെഡിക്കൽ അറ്റൻഷൻ. അതുപോലെ മറ്റൊരു റീസൺ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റീപ്രൊഡ്യൂസബിൾ ഏജ്. കല്യാണപ്രായം എത്തി നിൽക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ത്യയിൽ ഗണ്യമായി കൂടുതലാണ്. പീപ്പിൾസ് ഇൻ റീപ്രൊഡ്യൂസബിൾ ഏജ് ഈസ് ഹൈ. ഇന്ത്യയിൽ വിവാഹപ്രായം എത്തി നിൽക്കുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായ കൂടുതലാണ്. അതും നമ്മുടെ ജനസംഖ്യ പോപ്പുലേഷൻ എക്സ്പ്ലോഷനിലേക്ക് എത്തിച്ചേരുന്ന ഒരു കണ്ടീഷനാണ്. അതുപോലെ മറ്റൊരു കണ്ടീഷനാണ് കൺട്രോൾ ഓഫ് ഡിസീസ്. ഇവിടെ അസുഖങ്ങളെ വാക്സിനേഷനിലൂടെ പല രീതിയിലൂടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മറ്റൊരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാകാനുള്ള റീസണാണ് കൺട്രോൾ ഓഫ് ഡിസീസ്. അസുഖങ്ങളെ വാക്സിനേഷനിലൂടെ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യപ്പെടുന്നു? ഏതൊക്കെ പ്രായത്തിൽ ഏതൊക്കെ ഏജിൽ ഏതൊക്കെ വാക്സിനാണ് എടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ജനിക്കുമ്പോൾ തന്നെ ഒരു കാർഡ് കിട്ടും, വാക്സിനേഷൻ കാർഡ് കിട്ടുന്നുണ്ട്. ഇതിലൂടെ ഒരുപാട് ഡിസീസുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ലിവിങ് കണ്ടീഷൻ. ഇന്ത്യയിലെ ആളുകളുടെ ലിവിങ് കണ്ടീഷൻ ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. അതും മറ്റൊരു പ്രോബ്ലമാണ്, മറ്റൊരു റീസണാണ് ബെറ്റർ ലിവിങ് കണ്ടീഷൻ. ആളുകളുടെ ലിവിങ് കണ്ടീഷൻ ഇൻക്രീസ് ആയിട്ടുണ്ട്. പട്ടിണി കിടക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ത്യയിൽ ഗണ്യമായി കുറവാണ്. ഇവിടെ ഒരുപാട് ഗ്രീൻ റെവല്യൂഷൻ വന്നു, വൈറ്റ് റെവല്യൂഷൻ വന്നു, ബ്ലൂ റെവല്യൂഷൻ വന്നു, സിൽവർ റെവല്യൂഷൻ വന്നു. അങ്ങനെ ഇതെല്ലാം വന്നതോടുകൂടി ഇന്ന് പട്ടിണി കിടക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ നമ്മുടെ രാജ്യത്ത് ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. അതും മറ്റൊരു പ്രോബ്ലമാണ്. ദീസ് ആർ ദി മെയിൻ പ്രോബ്ലംസ് ഫോർ ദി പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് ജനസംഖ്യ വിസ്ഫോടനം ഉണ്ടാവാൻ ഉള്ള കാരണങ്ങൾ ഇത്രയുമാണ്. ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റി. നമ്മുടെ രാജ്യത്തെ ഹെൽത്ത് ഫെസിലിറ്റിയുടെ ഇംപ്രൂവ്മെൻറ്റ്, ദറ്റ് ഈസ് എസ്പെഷ്യലി IMR ആൻഡ് MMR ഹാസ് ബീൻ ഡിക്രീസ്ഡ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും അതുപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും ഗണ്യമായി ഇന്ത്യയിൽ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദി റീപ്രൊഡ്യൂസബിൾ ഏജ് ഈസ് വെരി ഹൈ. ഇന്ത്യയിൽ കല്യാണപ്രായം എത്തി നിൽക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കൂടുതലുണ്ട്. അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് ഡിസീസുകളുടെ പല വാക്സിനേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു റീസണാണ് ബെറ്റർ ലിവിങ് കണ്ടീഷൻ. ഇന്ന് പട്ടിണി കിടക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ത്യയിൽ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റൊരു റീസണാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവാനുള്ള, ഇന്ത്യയിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവാനുള്ള മറ്റൊരു റീസണാണ് ഞാൻ ഈ പറഞ്ഞത്. ബെറ്റർ ലിവിങ് കണ്ടീഷനൊക്കെ വന്നതുകൊണ്ട് ഇമ്പാക്റ്റ്. ഇങ്ങനെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായാൽ ഇമ്പാക്റ്റ് എന്തൊക്കെ ഉണ്ടാവും? ഷോർട്ടേജ് ഓഫ് ഫുഡ്. ആഹാരത്തിന് ഷോർട്ടേജ് ഉണ്ടാവും, ഷോർട്ടേജ് ഓഫ് ഫുഡ് ഉണ്ടാവും, സ്കേഴ്സിറ്റി ഉണ്ടാവും. ഭക്ഷണം ഈ പോക്ക് പോയാൽ നമ്മൾ ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടാവും. അതുപോലെ തന്നെ ഷോർട്ടേജ് ഓഫ് ഫുഡ്, അതുപോലെ തന്നെ ഹാബിറ്റേഷൻ. താമസിക്കാൻ താമസിക്കാനുള്ള സ്ഥലമുണ്ടാവില്ല. ആഹാരത്തിന് ഷോർട്ടേജ് വരും, താമസിക്കാനുള്ള സ്ഥലത്തിന് ഷോർട്ടേജ് വരും. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് വരും. ഇന്ത്യയിൽ തൊഴിൽ രഹിതരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. തൊഴിലില്ലായ്മ നമ്മുടെ രാജ്യത്ത് ക്രമാതീതമായിട്ട് വർദ്ധിക്കും. അതുപോലെ തന്നെ പൊല്യൂഷൻസ് ഉണ്ടാവും, പല രീതിയിലുള്ള എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻസ് ഉണ്ടാവും. പോപ്പുലേഷൻ ഇങ്ങനെ റാപ്പിഡായിട്ട് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? പലതരം പൊല്യൂഷൻസ് നമ്മുടെ രാജ്യത്തുണ്ടാവും. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റിക്ക് എന്തുണ്ടാവും? ലാക്ക് ഉണ്ടാവും. ലാക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി.
ലാക്ക് ഓഫ് എന്തുണ്ടാവും? എഡ്യൂക്കേഷണൽ ഫെസിലിറ്റിക്ക് എന്തുണ്ടാവും? ലാക്ക് ഉണ്ടാവും. എഡ്യൂക്കേഷൻ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകാൻ ഈ ജനസംഖ്യ ഇങ്ങനെ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഉണ്ടാവും. ഇതൊക്കെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ്. ഉണ്ടാകുന്ന ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇമ്പാക്റ്റ് ആഹാരത്തിന് ഷോർട്ടേജ് വരും, താമസിക്കാനുള്ള സ്ഥലത്തിന് ഷോർട്ടേജ് ഉണ്ടാവും. ഇറ്റ് വിൽ ലീഡ്സ് ടു അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ ഗണ്യമായി നമ്മുടെ രാജ്യത്ത് വർദ്ധിക്കും. പലതരം പൊല്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഉണ്ടാവും. നെക്സ്റ്റ് വൺ, അടുത്ത ലാസ്റ്റ് ഇതിൻ്റെ കൺട്രോൾ മെഷേഴ്സാണ്. എങ്ങനെ ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ ഉണ്ടാകുന്ന പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? പ്രൊവൈഡിങ് ഇൻസെൻറ്റീവ്സ് ടു സ്മോൾ ഫാമിലി. ചെറിയ ഫാമിലിക്ക് എന്ത് നൽകുക? ഇൻസെൻറ്റീവ്സ് നൽകുക. ഓക്കെ, ഇതാണ് മെത്തേഡ്സ് ടു കൺട്രോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. പ്രൊവൈഡിങ് ഇൻസെൻറ്റീവ്സ് ടു സ്മോൾ ഫാമിലി. ചെറിയ ഫാമിലിക്ക് എന്ത് നൽകുക? ഇൻസെൻറ്റീവ്സ് നൽകുക. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ മാരേജബിൾ ഏജ്, കല്യാണപ്രായം കൂട്ടുക. 18ഉം 21ഉം എന്നുള്ളത് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യുക. അത് മറ്റൊരു റീസണാണ്. ഇൻക്രീസ് ഇൻ ദി മാരേജബിൾ ഏജ്. അതുപോലെ തന്നെ ആളുകളുടെ വേരിയസ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാക്കുക. അതാണ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. തേർഡ് വൺ ആണ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം എന്തെന്ന് ആളുകളുടെ പറഞ്ഞു മനസ്സിലാക്കുക. ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാംസ്, വേരിയസ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാംസ് ആളുകളെ പറഞ്ഞു മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ഏതൊക്കെയാണ്, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്ന് ആളുകളെ പറഞ്ഞു മനസ്സിലാക്കുക. ദീസ് ആർ ദി വേരിയസ് കൺട്രോൾ മെഷേഴ്സ് ടു റെഡ്യൂസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള വേരിയസ് മെഷേഴ്സാണ് പ്രൊവൈഡിങ് ഇൻസെൻറ്റീവ്സ് ടു സ്മോൾ ഫാമിലി. ചെറിയ ഫാമിലി ആണെങ്കിൽ എന്ത് നൽകുക? അതിന് ഇൻസെൻറ്റീവ്സ് നൽകുക. അതുപോലെ മാരേജബിൾ ഏജ് ഇൻക്രീസ് ചെയ്യുക, വിവാഹപ്രായം കൂട്ടുക. അതുപോലെ തന്നെ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം എല്ലാവരെയും മനസ്സിലാക്കുക. സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. അതുപോലെ തന്നെ ബർത്ത് കൺട്രോൾ മെത്തേഡ്സും കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സും ആളുകളുടെ വ്യക്തമായി കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കുക. ഇത്രയുമാണ് ഈ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, കൺട്രോൾ മെഷേഴ്സാണ്. ദാറ്റ്സ് ഓൾ. ഈ ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. താങ്ക് യു.